മുരളീധരൻ എം പി നമുക്കൊപ്പം ചേർന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് ആ സ്ഥലത്തുണ്ടായിരുന്നാണ്, എങ്ങനെയാണ് ഇതിന് തികച്ചും സമാധാനപരമായിട്ടുള്ള പ്രകടനമാണ് നടന്നത്. മാത്രമല്ല, ഞങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു, ഇത് KPCCയുടെ പരിപാടിയാണ്, ശാന്തമായി നടത്തണം എന്ന് സൂചിപ്പിച്ചാണ്. പക്ഷേ ഞങ്ങള് കെ സുധാകരൻ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് മുഖ്യപ്രഭാഷണം VD സതീശൻ നടത്തുമ്പോഴാണ് പെട്ടെന്ന് ഷെല്ല് പൊട്ടിക്കുന്നതും പിന്നെ വെള്ളം ചീറ്റുന്നതും. ഞങ്ങളൊക്കെ സത്യമായ ഒരു മിനിറ്റ് കൂടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഞാൻ രവേശം ബോധം കിട്ട് വീഴുകയായിരുന്നു. അവസാനം പ്രവർത്തകരാണ് ഞങ്ങളെ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെല്ല് പൊട്ടിക്കുക, വെള്ളം ചീറ്റത് എവിടത്തെ ഏർപ്പാടാണ്? ഒരുതരം ഗുണ്ടായിസം. അതാണ് ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനെ ഈ DGP ഓഫീസ് മാർച്ചിനെ തകർക്കാൻ നടത്തിയ പിണറായി വിജയന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്നുണ്ടായ സംഭവം. എന്താണ് അടുത്ത നടപടി? എന്തായിരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ ആലോചിച്ച് തീരുമാനിക്കും. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയേറെ ജനാധിപത്യ ധ്വംസനമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ പതിപ്പായി പിണറായി മാറി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ സംഭവം. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. ഇനിയും പ്രതിഷേധം കണ്ടു. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. ഇനിയും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവും അതുപോലെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉള്ളപ്പോഴാണ് ഈ രീതിയിൽ മാർച്ചിനെതിരെ പോലീസ് നടപടി ഉണ്ടായത്. പല നേതാക്കൾക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇവർ വീണ്ടും ശക്തമായ പോലീസിന്റെ ഗുണ്ടായിസം എന്ന നിലപാടാണ് KPCക്കുള്ളത്. അല്പസമയത്തിനകം വീണ്ടും തുടർ നീക്കങ്ങൾ പ്രഖ്യാപിക്കും.